ചിന്തയ്ക്ക് ആധാരമാക്കി എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. പ്രൈസ് ലോർഡ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുന്ന അപ്പനെ സ്തുതിക്കുന്നു രാജാവേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വചനത്തെ അപ്പൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നീ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം 100 മേനി നന്മയുണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ കർത്താവേ. തൻ്റെ മക്കളുടെ ഹല്ലേലൂയ സകല വിഷയങ്ങൾക്കും പരിഹാരം നൽകി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. തൻ്റെ മക്കൾ ഉണരുന്ന ഒരു പകലാക്കിയ ദൈവമേ, അവിടുന്ന് വേർതിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറങ്ങുന്ന ഉള്ളങ്ങളെ തട്ടി ഉണർത്തുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ക്രിസ്തു ഉള്ളത്തിൽ ഉറങ്ങുവാൻ ദൈവമടന്ന് അനുവദിക്കരുതേ കർത്താവേ. എഴുന്നേറ്റ് പ്രകാശിക്കുന്ന പകൽക്കാലമാക്കി ദൈവമടന്ന് മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പൊടിയോളം താഴ്ത്തുന്നു, അതോടൊന്ന് സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. സർവ്വമാനവ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. 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 പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 14-ാം വാക്യം പറയുന്നു, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാണ് ദൈവ പൈതലേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നല്ലൊരു യാക്കോബായി മാറണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന മക്കളായി മാറണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അലസതയുള്ളവരായിട്ടല്ല, ഏകാഗ്രതയുള്ളവരായിട്ട്, ദാഹമുള്ളവരായിട്ട്, വാഞ്ചയുള്ളവരായിട്ട്, പ്രത്യാശയുള്ളവരായിട്ട് നാം ആയിരിക്കുമെങ്കിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. ദൈവാത്മാവ് നമ്മോട് ഇടപെടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിനെ പോലെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അവകാശങ്ങൾക്ക് വേണ്ടി, ആമേൻ, അധികാരങ്ങൾക്ക് വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, കാത്തിരിക്കുന്നവരാകണം ദൈവ പൈതലേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ ദൈവം നമ്മെ കൈവിടത്തില്ല. തക്ക സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഹല്ലേലൂയ. യാക്കോബിനോട് ഹല്ലേലൂയ ദൂതൻ പറയാണ്. ആമേൻ. കർത്താവ് പറയുക. ആമേൻ. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് പരിപാലിച്ച് ഈ ദേശത്തിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് യാക്കോബിനോട് സംസാരിക്കുന്ന ഒരു പകലത്രേ ഈ പകൽക്കാലം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 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 ലക്ഷ്യമില്ലാതെ കടന്നു പോകുന്ന യാക്കോബ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അമ്മയുടെ ബന്ധുവാകുന്ന സഹോദരനാകുന്ന ലാബാന്റെ ഹല്ലേലൂയ ഭവന ലക്ഷ്യമിട്ട് കടന്നു പോകുന്ന യാക്കോബ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ഹല്ലേലൂയ. വെളിച്ചം കെട്ടുപോയി, ഇരുള് കടന്നു വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് ആ ഇടത്തെ ആമേൻ കല്ലുകളിൽ ഒന്നെടുത്ത് വെച്ച് തലയണയായി കിടന്നുറങ്ങുവാനിടയായി. രാത്രി കാലങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗത്തോളം എട്ടുന്ന ഒരു കോമണി യാക്കോബ് കാണുവാനിടയായി. അത് വെറുമൊരു കോമണിയായിരുന്നില്ല, ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു വഴിത്താരയായി ഇത് മാറുവാനിടയായി.
യാക്കോബ് ഉറക്കമുണർന്നു. Praise the Lord. Hallelujah. അവൻ ഉറങ്ങുക മാത്രമല്ല, ഓ ഹല്ലേലൂയ, വെളിപ്പാട് കണ്ടപ്പോൾ അവൻ ഉണരുവാനിടയായി. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നോക്കണമേ ദൈവ പൈതലേ, ദൈവ ശബ്ദം കേട്ടാൽ ചിലർ ഉണരാറില്ല, വെളിപ്പാട് കണ്ടാൽ ഉണരാറില്ല. ആമേൻ ഹല്ലേലൂയ. വീണ്ടും വീണ്ടും ഹല്ലേലൂയ ആമേൻ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക, ആ യാക്കോബിനെ പോലെ ഒന്ന് ഉണരുവാൻ കഴിയുമോ ദൈവത്തിന്റെ പൈതലേ? അവരുടെ മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം പകരുവാൻ ദൈവം ആഗ്രഹിക്കപ്പെടുന്നത്. Praise the Lord. Hallelujah. വെളിപ്പാട് കാണുന്ന മാത്രയിൽ ഉണരുവാൻ നാം തയ്യാറുള്ളവരായിരിക്കണം. എങ്കിൽ നമ്മുടെ മേൽ ദൈവം ആ സമയത്ത് ചെയ്യുവാനിരിക്കുന്ന ആ വാഗ്ദത്ത നിവർത്തീകരണം അവൻ പകരുവാനിടയായി തീരും. Praise the Lord. Hallelujah. ആമേൻ. നമുക്കെതിരെ കടന്നു വരുന്ന ശത്രുവിനെ അടിതൊട്ട് മുടി വരെ ആമേൻ ദൈവം കീറി അതിന്റെ സകല കയ്പുകളെയും എടുത്തു മാറ്റി നമ്മുടെ മുന്നിൽ അവനെ മലർന്നതും നഗ്നവുമാക്കി വെക്കുവാൻ ദൈവം പദ്ധതിയിടുമ്പോൾ മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്ന അനുഭവമല്ല, ചാടി എഴുന്നേൽക്കുവാൻ നാം തയ്യാറുള്ളവരായിരിക്കണം. Praise the Lord. Hallelujah. എങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മെ കരിക്കട്ടെ പോലെ അണച്ചു കളയുവാൻ നോക്കുന്ന മേഖലകളുടെ മേല് അവൻ നമ്മെ വലിയ തീക്കനലുകളാക്കി പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും. Praise the Lord. Hallelujah. ആമേൻ ആമേൻ. വചനം പഠിപ്പിക്കുക, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. Praise the Lord. Hallelujah. യാക്കോബ് ഭയപ്പെട്ടു, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഈ സ്ഥലം എത്ര ഭയങ്കരം. Praise the Lord. പ്രിയ ദൈവ പൈതലേ, നാം ഇരിക്കുന്ന സ്ഥലം അത് ഭയങ്കരമേറിയതാണ്. ഓ ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് നിറഞ്ഞതാണ്. Praise the Lord. Hallelujah. സാത്താന്യ ശക്തികളെ ആമേൻ praise the Lord തുരത്തുന്ന ഇടമാണ്, ബന്ധനങ്ങളെ ഓർത്തുവിടുന്ന ഇടമാണ്, പോരാട്ടങ്ങളെ അടിയറവെപ്പിക്കുന്ന ഇടമാണ്, ബന്ധനക്കേട്ടുകളെ കീറി മുറിക്കുന്ന ഇടമാണെന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. യാക്കോബ് പറയുക, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഞാനോ അത് അറിഞ്ഞില്ല, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. Praise the Lord. ഹല്ലേലൂയ. യാക്കോബ് അങ്ങനെ പറയണമെങ്കിൽ, യാക്കോബ് അങ്ങനെ കരുതണമെങ്കിൽ അവൻ ആരായിരിക്കണം? അവൻ ദൈവത്തെ ഭയമുള്ളവനാണ്, ദൈവത്തെ ആരാധിക്കുന്നവനാണ്. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ കഴിയുകയുള്ളൂ. Praise the Lord. Hallelujah. നാം ഏത് സമയത്തും ഏത് ആമേൻ ഹല്ലേലൂയ സാഹചര്യത്തിലും ഏത് കാലഘട്ടങ്ങളിലും Praise the Lord ആമേൻ പ്രതികൂലങ്ങളിലും ആമേൻ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം ദൈവ പൈതലേ. Praise the Lord. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇത് സ്വർഗ്ഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അതികാലത്തെ എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ച് അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. മുന്നമേ അത് ലൂസ് എന്ന് അറിയപ്പെട്ടു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ തലയണയായി വെച്ചിരുന്ന കല്ലിനെ എടുത്ത് ആമേൻ എണ്ണയൊഴിച്ച് ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്ന് പറഞ്ഞ് അവൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. മാത്രമല്ല അവനൊരു നേർച്ച നേരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ യാത്രയിൽ ആമേൻ അങ്ങ് കൂടെ ഇരുന്ന് എന്നെ ക്ഷേമത്തോട് മടക്കി കൊണ്ടുവരുമ്പോൾ ആമേൻ കർത്താവിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ആലയം പണിയുമെന്ന് അവൻ ഉടമ്പടി പറയുവാനിടയായി. മാത്രമല്ല കർത്താവ് എനിക്ക് തരുന്നതിലൊക്കെയും ദൈവത്തിന് ദശാംശം കൊടുക്കുമെന്ന് പറയപ്പെടുകയാ. ഹല്ലേലൂയ. യാക്കോബിന്റെ വിശ്വാസം എന്ന് ചിന്തിച്ചാട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്നിൽ മാർഗങ്ങളൊന്നുമില്ല, ആമേൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഹാരമോ വസ്ത്രമോ ആമേൻ ഹല്ലേലൂയ പാർപ്പിടമോ അവൻ കണ്ടെത്തിയിട്ടില്ല. എങ്കിലും അവൻ്റെ പ്രത്യാശ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സമർപ്പണ ബോധം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സമർപ്പണമുണ്ടോ ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം സമർപ്പിക്കുന്നത് നാം അനുഷ്ഠിക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു ആമേൻ ഹല്ലേലൂയ. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. യാക്കോബിന് നേർച്ച തീർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ ഹല്ലേലൂയ സകലത്തിൽ ഞാൻ നിനക്ക് ദശാംശം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മലാക്കി പ്രവചനം വിളിച്ചു പറയുന്നു, നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നത് ദശാംശത്തിലും വഴിപാടിലുമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർവ്വപിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ദൈവ ഭയമുള്ളവരായിരുന്നു, ദൈവ സ്നേഹമുള്ളവരായിരുന്നു. നാം കേട്ടതുപോലെ ആയുസിന്റെ മധ്യത്തിൽ അവർ പട്ടുപോയില്ല. അവരുടെ അനുഗ്രഹം വാങ്ങുവാൻ വേണ്ടി അനേക പിൻതലമുറകളെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഹല്ലേലൂയ യൗവന തലമുറകൾ യൗവന കാലഘട്ടങ്ങളിൽ ആയുസിന്റെ പകുതിയോളം എത്തുന്നതിന് മുന്നമേ ആമേൻ ആയുസിനെ ശത്രുവായവൻ അപകരിക്കുന്നതിന് കാരണം എന്താണ്? വഴിവഴുത്ത ജീവിതം. ഹല്ലേലൂയ. മ്ലേച്ഛതയുടെ വഴികളെ തിരഞ്ഞെടുക്കുന്നു, പാപത്തിന്റെ വഴികളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, പാപപങ്കുലമാകുന്ന ജീവിതങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരുടെ ആയുസിനെ ശത്രുവായവൻ കൊള്ളയിട്ട് കൊണ്ടുപോകുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആരുടെയെങ്കിലും ആയുസിനോട് ശത്രു ബാധിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, ദൈവത്തിന്റെ പൈതലേ, ഞാനിതാ ക്രിസ്തുവിനുള്ളവളാണ്, ക്രിസ്തുവിനുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ആചരിക്കും, ദൈവ വഴികളിൽ നിന്ന് നടക്കും. ആമേൻ. ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായി ഇതാ വരികയായെന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് നേർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ലക്ഷ്യമാകുന്ന വഴിത്താരയിൽ അവൻ ചെന്നെത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, രാജാവേ നന്ദി. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവ പൈതലേ, ദൈവകരങ്ങളിൽ കൊടുത്താട്ട് ദൈവ മക്കളെ. ഹല്ലേലൂയ. വചനം നിങ്ങളെ ക്രിയ ചെയ്യുമാറാകട്ടെ, വചനം നിങ്ങളുടെ അറകളെ തുറക്കുമാറാകട്ടെ. ലുദിയായുടെ ഹൃദയത്തെ തുറന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഉള്ളങ്ങളെ ഹല്ലേലൂയ കാഠിന്യതയിലെ കാഴ്ത്തിക്കളയുന്ന അന്ധകാര വ്യാപാരങ്ങളെ നോക്കി ഇന്ന് പകൽക്കാലം പറ, ഞാൻ വെളിച്ചമാകുന്ന ക്രിസ്തുവിലേക്ക് ഇറങ്ങി ചെല്ലുകയാ. സാത്താന്യ പ്രവൃത്തികളും സാത്താന്യ ഭാര്യകളുമേ എന്നെ വിട്ടുമാറി വിട്ടുമാറ്. പലപ്പോഴും സൂര്യൻ അസ്തമിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറില്ലയോ ദൈവമക്കളെ? ഇരുളായവൻ പലപ്പോഴും നമ്മെ മരപിടിപ്പിച്ച് മാറ്റി നിർത്തുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയാതെ വണ്ണം ചിന്താമണ്ഡലങ്ങളെ ചിന്താകൂലങ്ങളെ കൊണ്ടിട്ട് ചിന്തകളെ കടത്തിവിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അടർത്തി മാറ്റിയെടുക്കുവാൻ നോക്കുമ്പോൾ യാക്കോബിനെ പോലെ മുന്നോട്ട് വരുവാൻ എത്ര വ്യക്തിയാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് പറഞ്ഞു, ഹല്ലേലൂയ, എന്നെ ക്ഷേമത്തോടെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുമെങ്കിൽ ഞാൻ നിർത്തിയ ഈ കല അതൊരാലയമായി തീരും. എനിക്കങ്ങ് തരുന്ന സകലത്തിൽ ഞാൻ കർത്താവിന് ദശാംശം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിൻ്റെ പേരിനെ തിരുത്തിയ ദൈവം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ പേരിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഉടമനരികമാരി ഭക്ഷാരമ വക്ഷാരപരഭക്ഷാരമാനകക്ഷസ്യ. ഓ ഹല്ലേലൂയ. ആമേൻ ആമേൻ. സഹോദരന്റെ ആമേൻ ഹല്ലേലൂയ അവകാശത്തെ നന്മയെയും അനുഗ്രഹങ്ങളെയും തട്ടിയെടുത്തുകൊണ്ട് ആമേൻ ഓടിപ്പോകുന്ന യാക്കോബിനെയാണ് നാം കാണുന്നത്. പക്ഷേ അത് പ്രാപിച്ചെടുക്കുവാൻ അവനൊരു ദാഹമുണ്ടായിരുന്നു, അത് നേടുവാൻ അവനൊരു ദാഹമുണ്ടായിരുന്നു. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവൻ അനുകൂലമായി വെളിപ്പെട്ടു. ദൈവത്തിന്റെ കരം അവന് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാട് വിട്ടുപോയപ്പോഴും ആമേൻ കൂട്ടം വിട്ടുപോയപ്പോഴും ചർച്ചക്കാരെ വിട്ടുപോയപ്പോഴും മാതാപിതാക്കളെ വിട്ടുപോയപ്പോഴും ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. ദൈവം അവനെ ചേർത്തുകൊണ്ട്, ദൈവം അവനെ അണച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലരും കൈവിട്ട അനുഭവമാണോ? സകലരും തള്ളിക്കളയുന്ന അനുഭവമാണോ? ക്രിസ്തു ആരെയും ഉപേക്ഷിക്കുന്നില്ല. ക്രിസ്തു ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും ഈ പകൽക്കാലം ചേർത്തണയ്ക്കുവാൻ ആഗ്രഹിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു ദൈവമക്കളെ? ആമേൻ. എന്നെ ദൈവം ചേർത്തുകൊള്ളും, എന്നെ ദൈവം അണച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? അവരാൽ ചിലത് ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. 11-ാം വാക്യം പറയാണ്, ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട്. ആമേൻ. ഹല്ലേലൂയ. സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിലോട് ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നലെ വരെ ഇല്ലാത്തൊരു അനുഭവങ്ങളിലേക്ക് സ്വർഗം നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഇല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ഈ ആലയത്തെ ദൈവം പരിപാലിക്കുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂതന്റെ സാന്നിധ്യത്തെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ വീണ്ടും കർത്താവിന്റെ അകതളത്തിലേക്ക് നടമാടിക്കുന്ന ഹല്ലേലൂയ നാളുകൾ അത്രയും നാളുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാക്കളെ അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്ന, ആത്മാക്കളെ തിന്നുമുടിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മാക്കളെ തടയിട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ. അനുഗത്തിന്റെ കെട്ടിനെ സ്വർഗം ഇന്ന് പകൽക്കാലം ആ ദൂതന്റെ സാന്നിധ്യത്തിൽ അറുത്ത് വിട്ടുകൊണ്ട് ജനത്തിന്റെ കാലുകളെ അവൻ സ്വാതന്ത്ര്യമാക്കി പുറത്തെടുക്കുക. ദൂതനെ വഹിക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട്? ആ ദൂതനുമായി നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിന്റെ പൈതലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഉദരത്തിന്റെ കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുക, ഉദര രോഗങ്ങൾ പൊട്ടി മാറിക്കൊണ്ടിരിക്കുക, ഉദരത്തിന്റെ ആമാശയത്തിന്റെ ബന്ധന ചരടുകളെ സ്വർഗം അറുത്തു വിട്ടുകൊണ്ടിരിക്കുക. തൊലയുടെ ഇടതുഭാഗത്തുകൂടെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ അരിച്ചു കയറുന്നത് പോലെ അസ്വസ്ഥതയിട്ട് പോരടിക്കുന്ന ആ ദുഷ്ടരോഗബന്ധനത്തെ ഇന്ന് പകൽക്കാലം സ്വർഗം പൊട്ടിച്ചുകൊണ്ടിരിക്കുക. നെഞ്ചിന്റെ അകത്തളത്തില് ആമേൻ ഹല്ലേലൂയ അധികം സംസാരിക്കുമ്പോൾ അസ്വസ്ഥത കയറ്റിവിടുന്ന ആ പോരാട്ടത്തിന്റെ വ്യാപാരത്തെ ഇന്ന് പകൽ യേശുനാഥൻ പൊട്ടിച്ചെറിയാം. യേശുവിന്റെ നാമത്തിൽ വിടുതന്റെ കരം ഇവിടെ വ്യാപരിക്കുക.
ഉടമാനവശരബ അന്ധകാര പോരുകളെ സ്വർഗം ഉടയ്ക്കുകയാ. ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൂതനുമായി കടന്നു പോകണം, ഈ ദൂതനുമായി നിങ്ങൾ യാത്ര ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറമാനവശരബ ശുഡബലരികമനവരിവശരബ രോഹലോശരബ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്ഥലത്തെത്തിയപ്പോൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൂര്യൻ അസ്തമിച്ചു. ഇന്ന് പകൽക്കാലം അസ്തമിച്ചിരിക്കുന്ന മണ്ഡലങ്ങളുടെ മേല് ഹല്ലേലൂയ ഒരു വെളിച്ചം പകരുന്ന പകലാണ്. ആ വെളിച്ചത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സ്വർഗം നമ്മെ അതിലേക്ക് ഒരുക്കുമാറാകട്ടെ. ആമേൻ.